ഇതിനകത്ത് ഫസ്റ്റ് മോഡ്യൂളിനകത്ത് പറഞ്ഞേക്കുന്നത് റോൾ ഓഫ് ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, വാട്ടർ, ലിപ്പിഡ്സ് ഒക്കെ എന്താ നമുക്ക് അറിയാലോ. ആ ടേംസ് ഒക്കെ നമുക്ക് യൂഷ്വലി അറിയാവുന്ന സംഭവങ്ങളാണല്ലോ. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ വാട്ടിനെ പറ്റി ഇവിടെ പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ഞാൻ പാരഗ്രാഫ് ഈ വായിച്ച് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതിയോ? Okay. Okay. Water is a versatile constitution of our body, necessary for the structure and function of all the cells and tissues in the body. Okay. ഇപ്പൊ നമുക്കറിയാലോ, നമുക്ക് ഫുഡ് എത്രമാത്രം നെസസറി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്കറിയാലോ. അതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നമ്മുടെ ബോഡിയിൽ ഇപ്പം ആസ് പെർ ഡേ 1 ഡേ നമ്മൾ എത്ര ഒരു 3 ലിറ്റർ ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യണം. നമ്മുടെ ബോഡിക്ക് ഒക്കെ നമ്മൾ എത്രമാത്രം ഫുഡ് കഴിക്കുന്നുണ്ടോ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എന്ത് കഴിക്കുന്നത്, കുടിക്കുന്നത്, വാട്ടർ കുടിക്കുന്നത്. ഓക്കെ, വാട്ടർ കൊണ്ട് മാത്രം നമുക്ക് ഇതാക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡി തന്നെ 50 to 70% നമ്മുടെ ബോഡി തന്നെ വാട്ടർ വെയിറ്റ് ഉണ്ട്, അറിയാവോ? ഇപ്പൊ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇപ്പൊ ഡയറ്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബോഡിയിൽ ആദ്യം കുറയുന്ന എന്താന്ന് വെച്ചാൽ വാട്ടർ വെയിറ്റ് ആയിരിക്കാം. ഓക്കെ, നമ്മുടെ ഹലോ. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. പക്ഷെ വൈഫൈയുടെ കീഴിലാടാ ഇരിക്കുന്നത്. ഓക്കെ. ആ ഓക്കെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്താണ് 55 to 70% എന്താണ് വാട്ടർ വെയിറ്റ് ആണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളിപ്പോ വെയിറ്റ് ലോസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ ആദ്യം അത് റിട്ടേൺ ചെയ്യുന്നത് വാട്ടർ വെയിറ്റ് ആയിരിക്കും. ഓക്കെ. Okay, and I'd say water is a serve a many important role in the biological system, including the temperature regulation, liberation, and the delivery of the essential molecules in the cells and removing the waste from the body. ഇപ്പൊ ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ ബോഡിയിൽ വാട്ടർ എത്രമാത്രം അത്യാവശ്യം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഒത്തിരി ടോക്സിൻസ് കാണും. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെ ചിലപ്പോൾ ടോക്സിൻസ് കാണാം, എന്തുവായിരിക്കാം, പല സംഭവങ്ങളും കാണും. ഓക്കെ, നമ്മുടെ ബോഡിയിൽ നമ്മുടെ കിഡ്നിയാണ് ഈ ടോക്സിൻസ് എല്ലാം ഫിൽട്ടർ ചെയ്യുന്നത്. ഓക്കെ, ഈ നമ്മുടെ യൂറിൻ വഴിയല്ലേ നമ്മുടെ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ടോക്സിൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ വാട്ടർ കൺസ്യൂം ചെയ്യുന്നതോടെ നമുക്ക് എന്താണ് ആ ടോക്സിൻസ് നമുക്ക് എക്സ്ക്രിയേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ റെഗുലേഷനും അതേപോലെ ലിബറേഷനും എല്ലാത്തിനും അതേപോലെ എന്താണ് എക്സെൻഷ്യൽ ഫോർ മോളിക്യൂൾസ് ആൻഡ് കേൾക്കാവോ? ഓക്കെ ഓക്കെ. ആ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോഡി എല്ലാം മേഡപ്പ് ചെയ്തേക്കുന്ന ഓരോ സെൽസ് വെച്ചാണ്. ഓക്കെ, അപ്പൊ ഈ സെൽസിനും എന്താണ് വാട്ടർ എന്ന് പറയുന്ന സാധനം എസെൻഷ്യൽ ആണ്. ഓക്കെ, ഇത്രയും വരെ മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അതുപോലെ തന്നെ വാട്ടർ ഈസ് ഓൾസോ എ റിയാക്ടന്റ് ഇൻ മെനി ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ദ മെറ്റബോളിസം. വൈൽ മോസ്റ്റ് ഹ്യൂമൻ ക്യാൻ ബി സർവേ വിത്തൗട്ട് ദ ഫുഡ് ഓർ 2 or more months, ലാക്ക് ഓഫ് വാട്ടർ ക്യാൻ ബി ലെങ്ത് അറ്റ് ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്. നമുക്ക് പറഞ്ഞല്ലോ, നമുക്കിപ്പം എന്താ ഫുഡ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാലം നമുക്ക് മീൻസ് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ വാട്ടർ ഇല്ലാതെ നമുക്ക് എന്താണ് കൂടിപ്പോയ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു 1.5 ദിവസം എന്നവരെ നിക്കാം. പക്ഷെ എന്നാൽ പോലും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബോഡി ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ചില ബോഡികൾക്ക് ചില ലീൻ ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് അത് മീൻസ് ഇപ്പൊ വാട്ടർ ഒരു ദിവസം ഫുൾ അവർ യൂസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അവർക്കത് അത്ര പറ്റില്ല. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലടാ? ഹലോ ഹലോ. ആ കേൾക്കാം കേൾക്കാം. നിനക്ക് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ലടാ, എന്തോ പറഞ്ഞേ? ആ, അത് കേൾക്കാം. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇപ്പം ഇപ്പൊ കെമിസ്ട്രി അല്ലേ പഠിക്കുന്നത്. ഞാൻ കെമിസ്ട്രി ആയിരുന്നു ഡിഗ്രിയിൽ. അപ്പം കെമിസ്ട്രി മീൻസ് അതിലെ കെമിക്കൽ സബ്സ്റ്റൻസ് ഇല്ലേ, അതിലൂടെ വാട്ടർ റിയാക്ട് ചെയ്യുന്നതിനെ പറ്റി പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പം നമ്മുടെ ബോഡിയിലും ഇഷ്ടത്തിന് കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, അതേപോലെ തന്നെ അതിന് കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കാറുണ്ട്. ഉം. ഇപ്പം നമ്മുടെ ബോഡിയിലും
മെയിൻ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മെറ്റബോളിസം ആണ് നടക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. അപ്പം മേ ബി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മേ ബി സം പീപ്പിൾസ് എന്താണ് അവർക്കാണെങ്കിൽ ചില ആൾക്കാർക്ക് ചിലവർ പറയല്ലോ ഇഷ്ടത്തിന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് ബോഡിയിൽ ഒന്നും കാണുന്നില്ല എന്താ അങ്ങനെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതെന്താന്ന് വെച്ചാൽ മെറ്റബോളിസം ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് മെറ്റബോളിസം ഉള്ളവർക്കാണ് ഈ ബോഡി മിക്കവാറും കുറച്ച് ലീൻ ആയിട്ടൊക്കെ കാണുന്നത്. മെറ്റബോളിസം കുറഞ്ഞ ബോഡീസ് ആയിരിക്കും മിക്കവാറും ഫാറ്റി ബോഡീസ് ആയിട്ടൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ പാരഗ്രാഫ് അത്രയും മനസ്സിലായല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. Okay. Okay. Water is present in the most natural food and extent of a 70 to 95%. Water is present most natural food ആണ് അല്ലേ? നമുക്കറിയാലോ. നമുക്ക് മീൻസ് അതിലൊരു മായം ഇപ്പോഴത്തെ കാലത്ത് വാട്ടറിലും മായമുണ്ട്. ബട്ട് സ്റ്റിൽ എന്നാൽ പോലും ഒരു നാച്ചുറൽ ടൈപ്പ് ഓഫ് ഒരു ഫുഡ് അല്ലേ വാട്ടർ എന്ന് പറഞ്ഞാല്. അതേപോലെ തന്നെ വാട്ടർ ജനറലി എഫക്ട് ദ സ്ട്രക്ചർ ഓഫ് ദ ഫുഡ് ആൻഡ് റിസിൻ ഓഫ് ദ ഡിഹൈഡ്രേറ്റ്സ് ദ ഗ്രേപ്സ് ആൻഡ് പ്യൂൺസ് ആൻഡ് ദ ഡ്രൈഡ് പ്ലംസ്. ഇതെന്താ വെച്ചാല് ഇപ്പം നമ്മുടെ ഫുഡിന്റെ പോലും സ്ട്രക്ചർ മീൻസ് അതിൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, മീൻസ് അതിന്റെ ആ അപ്പിയറൻസ് അതിനെ പോലും വാട്ടറിന് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് മുന്തിരിങ്ങയൊക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ കറുത്ത മുന്തിരി ഇല്ലേ, ഡ്രൈഡ്. ആ, അത് നമ്മള് രാത്രിയിലൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും അത് വീർത്തിരിക്കുന്നത് കാണുന്നുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതെന്താന്ന് വെച്ചാൽ അത് വാട്ടർ ഹോൾഡ് ചെയ്യുന്നതാണത്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് മാങ്ങ ഉപ്പിലിടത്തില്ലേ? അതിടുന്ന സമയത്ത് മാങ്ങ നമ്മൾ ഇടുമ്പോ അതെങ്ങനായിരിക്കും ഇരിക്കുന്നത്? ബിഗ് നല്ല വീർത്തല്ലേ ഇരിക്കുന്നേ? നല്ല ഷേപ്പായിട്ടല്ലേ ഇരിക്കുന്നത്? ആ. പക്ഷെ നമ്മൾ ആ വെള്ളം അത് ഉപ്പില്ലാതെ ഇട്ട് കഴിഞ്ഞ് നമ്മളത് കുറെ നാള് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് തുറന്നു നോക്കുമ്പോ അതെങ്ങനായിരിക്കും ഇരിക്കുന്നത്? ചുരുങ്ങിയല്ലേ ഇരിക്കുന്നത്. കാരണം അതിലെ വാട്ടർ കണ്ടന്റ് അത് മീൻസ് ആ സോൾട്ട് എക്സ്ട്രാക്റ്റ് വെളിയിലോട്ട് എടുക്കും. യാ. ആ. അതുകൊണ്ടാണ് അത് അത്ര ഇതായിട്ടിരിക്കുന്നത്. ഇവിടെ ആ സെന്റൻസ് പറഞ്ഞ എന്താന്ന് വെച്ചാല് നമ്മുടെ വാട്ടർ എന്താണ് അത് ഫുഡിന്റെ എന്താണ് ഒരു മീൻസ് അതിന്റെ ഒരു അപ്പിയറൻസ് അതിന്റെ ആ ഒരു ഫോർമുല തന്നെ മാറ്റാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്, വാട്ടറിനുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. Okay. The form on which the water occur in the food is large extent dedicated to the physical properties of the food. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ എന്താ പറഞ്ഞ ഇപ്പൊ ഫുഡില് ഇപ്പൊ നമ്മള് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താണ് മീൻസ് ഒന്നാമത് കുറെ ചിലപ്പോ ചില ഫുഡ് നമ്മൾ എന്തായാലും നമ്മൾ വാട്ടർ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതില് തന്നെ നമുക്ക് 1 മിനിറ്റ് ആരോ ഒരാൾ വല്ലതും കേറിയോ, വെയിറ്റ്. ഇല്ല. ഓക്കെ. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞത്? ഓക്കെ, ഫ്രം വിച്ച് ഓൺ ദ വാട്ടർ ഒക്കർ ഇൻ ദ ഫുഡ് ഈസ് ലാർജ് എക്സ്റ്റെന്റ് ഡെഡിക്കേറ്റഡ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫുഡ്. ഇപ്പം നമ്മുടെ പല ഫുഡിനകത്തും വാട്ടറിന്റെ എക്സ്റ്റെന്റ് ഭയങ്കര കൂടുതലായിരിക്കാം. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എക്സ്ട്രാ വാട്ടേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി മീൻസ് വാട്ടർ കുറച്ച് കണ്ടന്റ് ഉള്ള ഫുഡ് ആണെങ്കിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് എന്താണ് ഡ്രൈ ആയി പോവാറുമുണ്ട് അല്ലേ? ഹലോ. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫോർ ദ ഫ്ലൂവിഡ് മിൽക്ക് ആൻഡ് ആപ്പിൾ കണ്ടെയ്നിങ് സം എമൗണ്ട് ഓഫ് വാട്ടർ ബട്ട് ഹാവിംഗ് എ ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. എന്ന് വെച്ചാൽ ഫ്ലൂവിഡ് മിൽക്ക് ആൻഡ് ആപ്പിൾ കണ്ടെയ്നിങ് സെയിം എമൗണ്ട് ഓഫ് വാട്ടർ. ഫ്ലൂവിഡ് മിൽക്കിനും പക്ഷെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ആപ്പിളിനും എന്താണ് സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ഉള്ളത്. പക്ഷെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് അല്ലേ? നിനക്ക് ഡൗട്ട് മീൻസ് അത് മനസ്സിലായില്ലേ അവിടെ ആ സെന്റൻസ്? ആ, അത് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞതാണ്. മീൻസ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞില്ലേ, ഫ്രം വിച്ച് ഓഫ് ദ വാട്ടർ ഒക്കെ ഇൻ ദ ഫുഡ് എ ലാർജ് എക്സ്റ്റെന്റ് ഡിക്കേറ്റഡ് ആൻഡ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫുഡ് എന്ന്.
എന്നുവെച്ചാല് ഇപ്പൊ ചില ഇപ്പൊ ചില ഫുഡിനകത്ത് വാട്ടറിന്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ എക്സാക്ട് സെയിം ആയിരിക്കും വേറൊരു ഫുഡിനകത്തുള്ളത് പോലെ. ബട്ട് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? അതാ അവിടെ പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്നത് ഫ്ലൂയിഡ് മിൽക്കും അതേപോലെ ആപ്പിളിലും എന്താണ് സം എമൗണ്ട് ഓഫ് എന്താണ് വാട്ടർ കണ്ടന്റ് ഏകദേശം സെയിം ആയിരിക്കാം. ബട്ട് സ്റ്റിൽ എന്താണ് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ് ഡിഫറെന്റ് ആണ്. ഓക്കെ ഓക്കെ. ദ വാട്ടർ എക്സിസ്റ്റ് ഇൻ ദ ഫുഡ് ഇൻ വേരിയസ് വേസ്. പല വേയിലാണ് എന്ത് വാട്ടർ ഫുഡിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ആസ് എ ഫ്രീ വാട്ടർ ഇൻ ദ കേസ് ഓഫ് ദ ടൊമാറ്റോ ജ്യൂസ്. ടൊമാറ്റോ ജ്യൂസിനകത്ത് എന്താണ് ഫ്രീ ഓഫ് വാട്ടർ കണ്ടന്റ് ഉണ്ട്. നമ്മൾ സ്ക്വീസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ ഇഷ്ടത്തിന് മീൻസ് ആ ഒരു അതിന്റെ എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് കിട്ടില്ലേ, മീൻസ് അതിന്റെ എക്സ്ട്രാക്ട് കിട്ടൂലേ, അതില് വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ടല്ലേ. ഓക്കെ. എന്നുവെച്ചാൽ ഇത് ഇപ്പൊ ഈ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ഫുഡ് പറഞ്ഞല്ലോ നമ്മള് വാട്ടർ ആണെങ്കിൽ ഫുഡില് പല ടൈപ്പിലാണ് ഉള്ളത്. ഓക്കെ. അതാണ് ഈ പറയുന്നത്. ഇനി പോയിന്റ് പോയിന്റ് ആയിട്ടുള്ള അതിന്റെയാണ് ഈ പറയുന്നത്. അത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ആസ് എ ഫ്രീ വാട്ടർ ഇൻ ദ കേസ് ഓഫ് ടൊമാറ്റോ ജ്യൂസ്. ടൊമാറ്റോ ജ്യൂസിനകത്ത് എന്താണ് കുറച്ചുകൂടെ ഫ്രീ ഓഫ് വാട്ടർ കണ്ടന്റ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ സ്ക്യൂസ് ചെയ്യുന്നൊക്കെ സമയത്ത് ടൊമാറ്റോ എടുത്ത് നമ്മൾ മീൻസ് അറ്റ്ലീസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടത്തിന് വാട്ടർ കണ്ടന്റ് കിട്ടത്തില്ല. മീൻസ് അതിനകത്ത് എക്സ്ട്രാക്ട് കുറച്ച് വാട്ടറി അല്ലേ, വാട്ടറി സ്ട്രക്ചർ അല്ലേ ഇരിക്കുന്നത്, കണ്ടിട്ടില്ലേ? ആ, അത് ഒരു പ്രോപ്പർട്ടി ഒരു ഇതാണ് പറഞ്ഞത്, ഒരു രീതിയിൽ കാണപ്പെടുന്നത്. ഓക്കെ. ആസ് എ ഡ്രോപ്ലെറ്റ് ഓഫ് എ എംപ്ലിഷ്ഡ് വാട്ടർ ഇൻ ദ കേസ് ഓഫ് എ ബട്ടർ. ഓക്കെ. അതേപോലെ തന്നെ ഈ ബട്ടറിൽ ഡ്രോപ്ലെറ്റ്സ് പോലെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്ന് വെച്ചാല് ഇപ്പൊ ബട്ടർ എടുക്കുവാണെങ്കിൽ നമ്മൾ അതില് മീൻസ് റോ മീൻസ് അതേപോലെ ബട്ടർ എടുക്കുവാണെങ്കിൽ ബട്ടറിൽ ഇച്ചിരി വാട്ടർ കണ്ടന്റ് ഇങ്ങനെ ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? എന്നുവെച്ചാൽ തുള്ളി തുള്ളി ബട്ടറിനകത്തല്ലടാ. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പൊ ബട്ടർ നീ ചുമ്മാ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ബട്ടർ എടുത്തിട്ട് ബട്ടറിലാണെങ്കിൽ ഇപ്പം ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് മീൻസ് ഇതാക്കിയാൽ പോലും അതില് ആ വാട്ടർ ഒരു നമ്മള് ഈ വാട്ടറിങ് ഡ്രോപ്ലെറ്റ്സ് പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണാം അതില്. ആ, ദ ഡ്രോപ്ലെറ്റ് ഈസ് എംഎൽസിഫൈഡ് വാട്ടർ ഇൻ ദ കേസ് ഓഫ് ബട്ടർ. മനസ്സിലായോ? ആ ആ, കണ്ടിട്ടില്ലേ? മിക്സ് ആകുമ്പോൾ പോലും അതിലിങ്ങനെ ജസ്റ്റ് ഒരു ഇതായിട്ട് കണ്ടിട്ടില്ലേ? വാട്ടറും വെള്ളം കൂടെ മീൻസ് ബട്ടറും വെള്ളം കൂടെ നമ്മൾ അല്ലാതെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലൊരു ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് ഷേപ്പിൽ അത് മീൻസ് ആ ബട്ടർ തന്നെ ഫോം ചെയ്ത് നിൽക്കൂലേ ലിക്വിഡ് ആയി കഴിയുമ്പോൾ? ആ, അതേപോലെ തന്നെ. അപ്പൊ നമ്മൾ ഈ പറയുന്നത് എന്താണ്, ഫുഡില് വാട്ടറിന്റെ എക്സ്റ്റെൻസ് ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ. Okay. As the thick layer of absorbed water on a surface of a solid, often contributing to the cake as the dried milk. Okay. വേറെ എന്താന്ന് വെച്ചാല് as a as a thick layer of absorbed water on the surface of a solid often contributed to the cake and dried milk. ഇപ്പൊ കേക്ക് മേക്കിംഗ് ഇല്ലേ നമ്മള് കേക്ക്. ഓക്കെ. ഇപ്പൊ കേക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഓൾറെഡി അതെന്താണ് ഒരു സ്പോഞ്ചി ടൈപ്പ് ആണ്. ഓക്കെ. ആണ്. അപ്പൊ ആ കേക്ക് മേക്കിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് നമ്മൾ ആ കേക്ക് കട്ട് ചെയ്ത ശേഷം അതിൽ നമ്മൾ എന്താണ് ജസ്റ്റ് ലൈക്ക് ഇപ്പം എന്താ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ മിൽക്ക് മിൽക്ക് എന്തെങ്കിലും ഓക്കെ ആ ടൈപ്പ് ഓഫ് വാട്ടർ ടൈപ്പ് ഓഫ് ഐറ്റംസ് ഓക്കെ അത് നമ്മൾ എന്താണ് അതിന്റെ മണ്ടയ്ക്ക് ഒഴിക്കും. മീൻസ് അത് കുറച്ചും കൂടെ എന്താണ് സോഫ്റ്റ് ആകാൻ വേണ്ടി. അതിനകത്ത് എന്താ അബ്സോർബിങ് പ്രോപ്പർട്ടിയാണ് ആ ഒരു ഐറ്റമിനുള്ളത്. അപ്പൊ അതെന്താണ് അബ്സോർവ് ആകുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കേക്ക് ആണെങ്കിൽ ആ ഒരു കേക്കിനകത്ത് ഈ ഒരു വാട്ടർ കണ്ടന്റ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ടൈപ്പിൽ നമ്മൾ എന്താണ് അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മീൻസ് വാട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും ഹാർഡ് ആയിരിക്കും മിക്കവാറും കേക്ക്. അതെ, നമ്മൾ ഈ ക്രീം കേക്ക് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഭയങ്കര സോഫ്റ്റ്, അതേപോലെ തന്നെ അതിന്റെ ഓരോ ലെയറിലും ഒരു ജസ്റ്റ് ഒരു ലിക്വിഡ് പോലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല നമുക്ക്. ആ, അതെന്താണ്? അത് ആ ഫുഡ് എന്താണ്? ആ വാട്ടർ എന്താണ്? അബ്സോർവ് ചെയ്യുവാണ്. അല്ലേ?
ആ അത് അവിടെ പറഞ്ഞേക്കുന്നത് അതിന്റെ ഒരു ടൈപ്പ്. ഓക്കെ, അവിടെ അങ്ങനെയാണ് വാട്ടറിനെ ചെയ്തേക്കുന്നത്. ഓക്കെ, as a chemically bonded water of a hydration as in the some sugar crystals. Okay, as chemically bonded water of water of hydration as a sum of a sugar crystals type ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ as a chemically bonded മീൻസ് വാട്ടർ കെമിക്കലി ബോണ്ടഡ് ആവുമ്പോൾ ഷുഗർ ആയിട്ട് അറ്റ് ലാസ്റ്റ് ആവുമ്പോൾ അതൊരു ക്രിസ്റ്റൽ ടൈപ്പ് ഓഫ് ആവുന്ന കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാല് കാരമലൈസ് ചെയ്യുന്നത് തന്നെ അല്ലാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വാട്ടറും ഇതും കൂടെ ആകുമ്പോൾ ജസ്റ്റ് ലൈക്ക് അതൊരു ക്രിസ്റ്റൽ ടൈപ്പ് പോലെ ആകാറുണ്ട്. എന്ന് വെച്ചാൽ ഷുഗർ, എന്താ പറയുന്നത്, ഷുഗറും വാട്ടറും കൂടി ഈ മീൻസ് ഇതാവുമ്പോൾ, മീൻസ് ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത്, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഓക്കെ, ആ ആ സമയത്തും എന്താണ് ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ഓഫ് ഇത് ഷുഗറിന്റെ ഇത് ഫോം എന്ന് വെച്ചാൽ അവിടെ ആ വാട്ടറിന്റെ ആ ഒരു പ്രോപ്പർട്ടി അവർ അത് ആ വാട്ടർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഫോമിലാണ്. ഓക്കെ, ഓക്കെ, നിനക്ക് ഇത്ര ഈ പേജിൽ ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എവിടെയെങ്കിലും, ഏതെങ്കിലും പാരഗ്രാഫ് എന്തെങ്കിലും? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവോ? വായിച്ചോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും രീതി ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അതെ, ഒന്നുകൂടെ പറയാം. അതെന്താന്ന് വെച്ചാല്, എടാ, വാട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ മീൻസ് എർത്തില് ഏറ്റവും എന്താണ് നാച്ചുറൽ ഫോം ഓഫ് തിങ്ക് ആണ്. ഓക്കെ, ഇപ്പം അസ് എ ആസ് എ മൊമെന്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മേ ബി ഇറ്റ്സ് ഹാവ് സം ടോക്സിക് ഇൻ സം വാട്ടർ, ബട്ട് സ്റ്റിൽ എന്താണ്, നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫോം ആണ്. നമുക്കറിയാലോ വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മുടെ ഭൂമിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഓക്കെ, അതേപോലെ തന്നെ വാട്ടറിന് എന്താണ് ഒരു ഫുഡിന്റെ സ്ട്രക്ചറിനെ, അതിന്റെ സ്ട്രക്ചറിനെ മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. എന്നുവെച്ചാല് അതിന്റെ പ്രോപ്പർട്ടി മീൻസ് അതിന്റെ സ്ട്രക്ചറൽ അപ്പിയറൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇതിലെ ഫുൾ ടേസ്റ്റ് അതൊക്കെ മാറ്റാനുള്ള കഴിവ് എന്തിനുണ്ട്? വാട്ടറിനുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് അവർ ഈ പറഞ്ഞത് മീൻസ് അത് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. റെസിൻ ഇൻ എ ഡീഹൈഡ്രേറ്റഡ് ഗ്രേപ്പ്, അതേപോലെ തന്നെ ഡ്രൈഡ് പ്ലംസ്, അങ്ങനെയൊക്കെ അവർ പറഞ്ഞത് അതാണ്. മനസ്സിലായോ? ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രേപ്പ് എന്ന് വെച്ചാൽ ഉണക്കമുന്തിരി ഇല്ലേ? ഉണക്കമുന്തിരി, നമ്മൾ ഈ പ്ലം കേക്കിനകത്തൊക്കെ കിട്ടുന്ന മുന്തിരി. ആ ആ മുന്തിരി ഞാൻ പറഞ്ഞത് ഉണക്കമുന്തിരി എന്ന് വെച്ചാൽ ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രേപ്പ്. ആ ഗ്രേപ്പ് നമ്മൾ വാട്ടറിലിട്ട് നൈറ്റിൽ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമില്ല, ബട്ട് ഒരു കുറച്ച് മണിക്കൂർ, ഒരു അവേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തും അത് കുറച്ച് വീർത്ത് വന്നിരിക്കും. അത് വാട്ടറിന് എന്താണ് അബ്സോർവ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് വാട്ടറിനെ എന്താണ് ആം, അതിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. മനസ്സിലായോ? അതാ അത് ഇവരുടെ ഇവിടെ അത് പറയാൻ അവർ നോക്കിയത് എന്താണ്? വാട്ടറിന് ജനറലി എന്താണ് ഫുഡിന്റെ സ്ട്രക്ചർ മീൻസ് അതിന്റെ സ്ട്രക്ചറിനെ പോലും എഫക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ഇവർ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ നോക്കിയേക്കുന്നത്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായല്ലോ ഇപ്പം. അതേപോലെ തന്നെ പിന്നെ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഈ എക്സാമ്പിൾ കണ്ടോ, ഫ്ലൂവിഡ് മിൽക്ക് ആൻഡ് ദ ആപ്പിൾസ് കണ്ടെയ്നിങ് സം എമൗണ്ട് ഓഫ് വാട്ടർ. ഫ്ലൂവിഡ് മിൽക്കിനും അതേപോലെ ആപ്പിൾസിനകത്തും കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട്. ബട്ട് ബട്ട് ഹാവ് എ ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. പക്ഷെ അതിനെന്താണ്, അതിന്റെ അപ്പിയറൻസ് എന്താണ്, ഡിഫറെന്റ് ആണ്. കാരണം രണ്ടിലും വാട്ടർ കണ്ടന്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ഇൻ ദ സെയിം വേ. മീൻസ് നമ്മൾ കാണുമ്പോൾ അത് സെയിം ആയിട്ടുള്ള രീതിയിലല്ല ഇരിക്കുന്നത്.
പക്ഷെ അതെന്താണ്, അതിനകത്ത് വാട്ടർ ഉണ്ട്. അതാണ് അവർ പറഞ്ഞത്. ഇൻ ഓഫ് വിച്ച് ദ വാട്ടർ ഒക്കെൻ ഇൻ എ ഫുഡ് ടു എ ലാർജ് എക്സ്റ്റെന്റ് ഡിക്കേറ്റഡ് ഇൻ എ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫുഡ്. മനസ്സിലായോ? ഓക്കെ, അതിപ്പോ ക്ലിയർ ആയല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നീ എന്തായാലും പഠിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ, സ്ട്രക്ചർ ഓഫ് വാട്ടർ. കെമിസ്ട്രി അല്ല, അപ്പൊ എന്തായാലും കാണുമല്ലോ നമുക്ക്. അതെ, വാട്ടർ മോളിക്യൂൾസിനാണ്. വാട്ടർ മോളിക്യൂൾസ് ഹാസ് ആൻഡ് കെമിക്കൽ ഫോർമുല H2O consisting of a one oxygen atom and covalently bonded to the hydrogen atoms. Okay, atoms in bended a V-shaped structure. Okay, നമ്മൾക്ക് H2O വാട്ടറിന്റെ നമുക്കറിയാലോ കെമിക്കൽ ഫോർമുല എന്താണ്, H2O എന്നാണ്. ഓക്കെ, അതിനകത്ത് എന്താണ്, ടു ഹൈഡ്രജൻ ആറ്റംസ്, അതേപോലെ തന്നെ വൺ ഓക്സിജൻ ആറ്റം ഉണ്ട്. ഏ അത് രണ്ടും കോവാലന്റ്ലി ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു വി ഷേപ്ഡ് ആണ് നമുക്ക് അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ. അതിന്റെ സ്ട്രക്ചറാണ് നമുക്ക് കൊടുത്തേക്കുന്നത് അവിടെ. ഓക്കെ, അതിന്റെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ ഓക്സിജൻ ആറ്റം ക്രിയേറ്റ് എ പോളാർ molecules with a partially negative charge on the oxygen side and partially positive charge on the hydrogen sides. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഹൈഡ്രജൻ ആറ്റംസിന്റെ രണ്ട് സൈഡിലും ഉണ്ടല്ലോ, ദാറ്റ് ഹാവ് ആൻ പോസിറ്റീവ് ചാർജ് ആണ് അതിന് രണ്ടിനും. ഓക്കെ, അതേപോലെ ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. ദ ഹൈ ഇലക്ട്രോനെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ജസ്റ്റ് നമ്മൾ പറയുന്നത് വാട്ടറിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുവാണ് അവിടെ, അത്രേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അതിൽ കൂടുതലൊന്നും ഇല്ല ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ വാട്ടറിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാം. അപ്പൊ എന്താണ് എഴുതേണ്ടത്, വാട്ടർ മോളിക്യൂൾസ്, അതിന്റെ ഫസ്റ്റ് വാട്ടർ മോളിക്യൂൾസ് H2O എന്നുള്ള രീതിയിൽ നമ്മൾ പറയുക. ഓക്കെ, ദെൻ അതിനകത്ത് എന്താ ഉള്ളത്, ഓക്സിജൻ, അതേപോലെ തന്നെ എന്താണ്, ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം 2 ഉണ്ട്, അതേപോലെ തന്നെ ഓക്സിജൻ ആറ്റം 1. അത് വി ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അതേപോലെ തന്നെ നമ്മൾ സ്ട്രക്ചറും കൊടുക്കുക. ഓക്കെ, നമ്മൾ സ്ട്രക്ചറും കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് എന്താണ്, കുറച്ചുകൂടെ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിനക്ക് പോയിന്റ് ആയിട്ട് കൊടുക്കാം എന്ത്, ഹൈ ഇലക്ട്രോനെഗറ്റീവ് ഓഫ് ദ ഓക്സിജൻ ആറ്റം ക്രിയേറ്റ് എ പോളാർ മോളിക്യൂൾസ് വിത്ത് ദ പാർഷ്യൽ പോസിറ്റീവ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അതേപോലെ തന്നെ എന്താണ്, നെഗറ്റീവ് ചാർജ് ഓൺ ദ ഓക്സിജൻ സൈഡ്സ്. ഓക്സിജന്റെ രണ്ട് സൈഡിലും എന്താണ്, പാർഷ്യലി നെഗറ്റീവ് ചാർജ് ആണ് അവിടെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിൽ എന്താണ്, പോസിറ്റീവ് ചാർജും. ഓക്കെ, അത് ആ പോയിന്റ് ആണ് നമുക്ക് അടുത്ത കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ദീസ് പോളാർ മോളിക്യൂൾസ് ദെൻ ഫോം എ നെറ്റ്വർക്ക് ത്രൂ ദ ഹൈഡ്രജൻ ബോണ്ട്. എന്നിട്ട് ഈ പോളാർ മോളിക്യൂൾസ് എന്തോ ചെയ്യും, ഹൈഡ്രജൻ ബോണ്ട് വഴി ഒരു കണക്ഷൻ അവിടെ ഫോം ചെയ്യും, ഒരു നെറ്റ്വർക്ക് അവിടെ ഫോം ചെയ്യുന്നു. ക്ലിയർ ആണോ? Okay. This molecule's polarity causes by the high electronegativity of the oxygen and given water its unique properties that are essential for the life. ഈ കെമിക്കൽ സ്ട്രക്ചർ ആണ് എന്ത്, ഫുള്ളി ഈ ഒരു വാട്ടറിന് എന്താണ് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് തന്നെ. മനസ്സിലായോ? ആ വാട്ടറിന്റെ സ്ട്രക്ചർ കൊണ്ടാണ്. അപ്പൊ ഇതിൽ ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ആ മോളിക്യൂൾസിന്റെ പൊളാരിറ്റി അതെന്താണ്, അത് കോസ് ചെയ്യും എന്തിനെ, അതിനെ കോസ് ചെയ്യുന്നത് എന്താണ്, ഹൈ ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്താണ്, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ് ഇതിനകത്ത്. സോ ദാറ്റ്സ് വൈ എന്താണ്, അതുകൊണ്ടാണ് അതിനെ കുറച്ചും കൂടി ഇതാക്കുന്നത്. എന്ത്, വാട്ടറിനെ കുറച്ചുകൂടി യുണീക്ക് പ്രോപ്പർട്ടി ആക്കുന്നത്. അത് അത്രയും മനസ്സിലായോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നീ ഇതിന്റെ സ്ട്രക്ചറും മീൻസ് ഇതും ഓർത്ത് വെക്കണം. മീൻസ് അത് മീൻസ് ഇങ്ങനെ സ്ട്രക്ചറും കൊടുത്ത് അതേപോലെ തന്നെ അതിന്റെ എന്താണ് പ്രോപ്പർട്ടീസും അതിന്റെ ആ ഫോർമുലയും പിന്നെ എന്താണ് അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏതിലാണ്, ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് അതിന് എന്താണ് പൊളാരിറ്റി കൂടുന്നതും എന്നൊക്കെ. അതുകൊണ്ടാണ് അതിന് യൂണിക് പ്രോപ്പർട്ടീസ് വരുന്നതും വാട്ടറിന്. നോട്ട്സ് നോട്ട്സ് ആയിട്ട് എടാ, നോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം. അല്ലാതെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കുവാണെങ്കിൽ എക്സാക്ട് ഈ ടെക്സ്റ്റ് കൊടുത്തേക്കുന്ന ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതില് നീ ഇത് ജസ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാൻ പഠിക്കണ്ട. എന്താന്നുള്ളത് ഒരു ക്ലാരിറ്റി വേണം.
ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അങ്ങനെ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് കൊടുക്കണം, അതിന്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ലൈക്ക് അതിന്റെ ആ സ്ട്രക്ചർ ഒക്കെ വരച്ചു കൊടുക്കുക. ഓക്കെ. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്തത് അതിന്റെ മോളിക്കുലർ സ്ട്രക്ചറിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. ഓക്കെ, ഒരു സിംഗിൾ ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ് കൺസിഡർ ചെയ്യും, ഒരു സിംഗിൾ വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ. അത് അത് മേഡപ്പ് ഓഫ് എച്ച് എന്തൊക്കെയാ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഓക്സിജൻ ആറ്റം അതേപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റം അതിലുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അതേപോലെ എന്താണ് ഓക്സിജൻ ആറ്റവും അതേപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റവും എന്താണ് ജോയിൻഡ് ബൈ എ പോളാർ കോവാലന്റ് ബോണ്ട്. അത് രണ്ടും കണക്ട് ആയേക്കുന്നത് ഒരു കോവാലന്റ് ബോണ്ട് വരെ, പോളാർ കോവാലന്റ് ബോണ്ട് വഴിയാണ് എന്ത് കണക്ട് ആയേക്കുന്നത്, ഓക്സിജനും ഹൈഡ്രജനും കൂടെ അവിടെ കണക്ട് ആയിട്ടിരിക്കുന്നത്. ഓക്കെ. The two lone pairs of the electron of the oxygen atom push the hydrogen atom towards and resulting in the V-shaped structures and the bond structures with a bond angle of 104.45 degree. ഓക്കെ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് മനസ്സിലായോ? നമ്മുടെ ഓക്സിജൻ, പറഞ്ഞോ, നിനക്ക് മനസ്സിലായത് പറ. ആ അതാ പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിൽ മെയിൻ ആയിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വി ഷേപ്ഡ് വരാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്സിജൻ ആറ്റത്തിന് ലോൺ പെയേഴ്സ് ഉണ്ട്, ടു ലോൺ പെയേഴ്സ് ഉണ്ട്, ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആ ഇലക്ട്രോൺ എന്തോ ചെയ്യും, അതിന്റെ അടുത്തുള്ള ആ ഹൈഡ്രജൻ ആറ്റത്തിനെ ഇത് പുഷ് ചെയ്ത് അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കും. മീൻസ് അതിന്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കും. അതുകൊണ്ടാണ് അവിടെ എന്താണ്, ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ വി ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? എത്ര ഡിഗ്രി ഓഫ് ആംഗിളിലാണ്? 104.45 ഡിഗ്രി ഓഫ് ആംഗിളിലാണ് അത് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ. ദ ടു പറഞ്ഞോ. എടാ അത് മിനിറ്റ് അല്ല, നമ്മൾ ഡിഗ്രി കണക്കാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? 104.45 എന്ന് വെച്ചാൽ ഡിഗ്രി, അത്രയും 90 ഡിഗ്രി 45 ഡിഗ്രി എന്ന് നമ്മൾ ആംഗിൾ പറയില്ലേ, അതിന്റെ ഒരു ആംഗിൾ റേഞ്ച് അത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പക്ക ആംഗിൾ റേഞ്ചാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അല്ലാതെ ജസ്റ്റ് ഒരു റൗണ്ട് ഓഫ് ഫിഗർ അല്ല അവർ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ ഇപ്പം? ഇത് നമ്മൾ മോളിക്കുലർ സ്ട്രക്ചറിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് നമ്മൾ മേളിൽ ജസ്റ്റ് ഒരു സ്ട്രക്ചറിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടെ എന്താണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഈ ഒരു കാര്യം കൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്, വി ഷേപ്ഡ് ആയിട്ടുള്ള ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ. Because the oxygen atom is an highly electronegative and it's pull the electrons into the covalent bond closer to itself, and it's create a partial negative charges on the oxygen and the partial positive charge on the hydrogen atom. Okay, നമ്മൾ മേളിൽ പറഞ്ഞ സെയിം ഇതുപോലെ തന്നെ എന്താണ് ഈ ഒരു സംഭവം കൊണ്ടാണ് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഓക്സിജന് കുറച്ചും കൂടെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി കൂടുതലാണ്. ഓക്കെ, ആ കാരണം കൊണ്ടാണ് ഈ ഇലക്ട്രോൺസിനെ എന്താണ് കുറച്ചും കൂടെ അടുത്തോട്ട് ഇത് പുള്ള് ചെയ്ത് അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്. ഹലോ, കേക്കാവോ? കേക്കാവോടാ? പറഞ്ഞു. ഓക്കെ. ബിക്കോസ് ഓഫ് ദ ഓക്സിജൻ ആറ്റം ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. ഓക്സിജൻ ആറ്റം ഇതിൽ ഭയങ്കരമായിട്ട് ഇലക്ട്രോനെഗറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. ആ ഒരു റീസൺ കൊണ്ടാണ് അതിന്റെ അടുത്തുള്ള ഹൈഡ്രജൻ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസിനെ അതെന്തോ ചെയ്തു, കുറച്ചും കൂടെ ഇതായിട്ട് ക്ലോസർ ആയിട്ട് അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അതിൽ ക്ലോസർ ആയിട്ട് കൊണ്ടുവരുന്നു. കണ്ടോ, ഇറ്റ് പൂൾസ് ദ ഇലക്ട്രോൺസ് ഇൻ ദ കോവാലന്റ് ബോണ്ട് ആൻഡ് ക്ലോസർ ടു ഇറ്റ് സെൽഫ്. കുറച്ചുകൂടെ അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കുന്നു അതിനെ. ആൻഡ് ഇത് കാരണം എന്താണ്, ഈ ഓക്സിജൻ ആറ്റത്തിനകത്ത് എന്താണ് നെഗറ്റീവ് ചാർജും ഫോം ആകുന്നു. അതേപോലെ തന്നെ പാർഷ്യലായിട്ട് പോസിറ്റീവ് ചാർജ് അതിൽ ഫോം ആകുന്നു, നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിനകത്തും ഫോം ആകുന്നു. ഓക്കെ, ആ സ്ട്രക്ചറിനകത്ത് കണ്ടോ, ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് പോസിറ്റീവും അതേപോലെ തന്നെ ഓക്സിജൻ ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത് എന്താ,
അതേപോലെ എന്താ ഓക്സിജൻ ആറ്റത്തിന് എന്താണ് ഈ ഒരു സിംഗിൾ ഡ്രോപ്ലെറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ആറ്റം ഉണ്ട്, അതേപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതേ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഓക്സിജൻ ആറ്റം ജോയിൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? പോളാർ കോവാലൻ ബോണ്ട് വഴിയാണ് ജോയിൻ അയക്കുന്നത്. അതേപോലെ എന്തുകൊണ്ടാണ് ആ സംഭവം ഈ ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓക്സിജനകത്ത് രണ്ട് ലോൺ പെയേഴ്സ് ഉള്ളത് കൊണ്ട് എന്തു ചെയ്യുന്നു, അത് ഹൈഡ്രജൻ ആറ്റത്തിനെ കുറച്ചുകൂടെ അടുത്തോട്ട് പുള്ള് ചെയ്യുന്നു, അതിനെ അടുത്തോട്ട് ക്ലോസർ ആയിട്ട് വരുന്നു. അതുകൊണ്ടാണ് അവിടെ എന്ത് ഷേപ്പ് വി ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ഒരു വാട്ടർ മോളിക്യൂൾസിനെ എടുക്കുമ്പോൾ നമുക്ക് കാണപ്പെടുന്നത്. മനസ്സിലായോ? അതിൽ ആ ഒരു ആംഗിൾ ആ ഒരു പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ ആറ്റം സെന്ററിൽ രണ്ട് സൈഡിലായിട്ട് ഹൈഡ്രജൻ ആറ്റം വരുമ്പം അതിനകത്തുള്ള ഒരു ആംഗിൾ ആണ് എന്ത് പറഞ്ഞേക്കുന്നത്? 104.45 എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ബിക്കോസ് ഓഫ് ദ ഓക്സിജൻ ആറ്റം ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഓക്സിജൻ ആറ്റം അതിലുള്ളത് കൊണ്ട് എന്താണ് ഭയങ്കരമായിട്ടും ഇലക്ട്രോനെഗറ്റിവിറ്റി ആക്ടിവിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ടുമാണ് അതിനകത്തുള്ള ആം, എന്ത് ആറ്റംസിനെ മീൻസ് ആ കോവാലൻ ബോണ്ടിനെ കുറച്ച് അടുത്തോട്ട് അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ ഒരു ശ്രമം നടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവിടെ പാർഷ്യലായിട്ട് നെഗറ്റീവ് ചാർജ് ഓക്സിജനകത്ത് വരികയും ചെയ്യുന്നു, പോസിറ്റീവ് ചാർജ് എന്തിൽ വരുന്നു, ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് വരുന്നു. ഓക്കെ, പക്ക ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, നീ അതിനകത്ത് നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ഒരു പാരഗ്രാഫിൽ? വായിച്ചോടാ? ഓക്കെ ഓക്കെ, വായിച്ചു കഴിയുമ്പോൾ പറഞ്ഞാൽ മതിയേ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഏത് പാരഗ്രാഫ്? ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, ചോദിച്ചു ചോദിച്ചു. ഓക്കെ, അടുത്തത് ഇന്റർ മോളിക്കുലാർ സ്ട്രക്ചർ ആണ്. കുറച്ചും കൂടെ അകത്തോട്ടുള്ള മീൻസ് അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം അതിനകത്ത് ഒരു എന്ന് വെച്ചാൽ ഒരു വാട്ടർ മോളിക്യൂൾസ് പറയുമ്പോൾ കുറെ, ഒരു വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് കുറെ മോളിക്യൂൾസ് ചേർന്നല്ലേ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കുറച്ചും കൂടെയുള്ള ഡീറ്റെയിൽ സ്ട്രക്ചറിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഫിഗർ കണ്ടോ? സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ ബോണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ടോ? ഇങ്ങനെയാണ് മീൻസ് ആ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ കണക്ട് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് അപ്പിയറൻസ് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു വാട്ടർ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ അതിനകത്തോട്ട് നമ്മൾ കുറച്ചും കൂടെ മീൻസ് ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് എങ്ങനെ ആയിരിക്കും, ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇതിനുള്ളത്. മീൻസ് എന്താ വെച്ചാൽ ഇങ്ങനെയാണ് കെമിസ്ട്രി, നമുക്ക് അറിയാലോ, കെമിസ്ട്രിക്കകത്ത്. Okay. The uneven distribution of the charge making the each water molecules on the polar molecules a polar molecules. എന്ന് വെച്ചാല് അൺഈവൻ ആയിട്ട്, എന്ന് വെച്ചാൽ ഈവൻ മീൻസ് നമ്മൾ കുറെ സെയിം ഇതിലായിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എനർജി ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ അൺഈവൻ ആയിട്ട് മീൻസ് ചിലപ്പോൾ ചിലതിനകത്ത് കുറച്ച് കൂടുതൽ, ചിലതിനകത്ത് കുറച്ച് കുറവ്, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഈ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ചാർജ് മേക്ക് ദി ഈച്ച് വാട്ടർ മോളിക്യൂൾസ് എ പോളാർ മോളിക്യൂൾസ്. ആ ഒരു അൺഈവൻ ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എന്താവുന്നത്, വാട്ടർ മോളിക്യൂൾസ് എന്തായി മാറുന്നത്, പോളാർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, പാരഗ്രാഫ് മനസ്സിലായോ? ഹലോ ഹലോ ഹലോ, കേക്കാവോ? ഹലോ
ഹലോ. ഹലോ. കേക്കാവോടാ? ആ, ഓക്കെ. ഇടയ്ക്ക് എന്റെ നെറ്റ് കണക്ഷൻ ഒന്ന് സ്ലോ ആയി പോയതാ, സോറി കേട്ടോ. ഓക്കെ. ഓക്കേടാ. ഓക്കെ. ഇതിനകത്ത് ഇന്റർ മോളിക്കുലർ സ്ട്രക്ചറിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഇന്റർ മോളിക്കുലർ സ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ. ഇന്റർ മീൻസ് അറിയാലോ, അകത്തോട്ടുള്ള സ്ട്രക്ചറിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം അൺഈവൻ ആയിട്ട് നമ്മുടെ എന്താണ് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. ഇപ്പം നമ്മള് ഇപ്പൊ അവിടെ കൊടുത്തേക്കുന്ന ഒരു ഡ്രോപ്ലെറ്റ് നോക്കിക്കേ. H2O എന്ന് പറയുന്ന ഒരു ഡ്രോപ്ലെറ്റ്. അപ്പൊ ആ ഓരോ ഡ്രോപ്ലെറ്റിനകത്തും സെയിം എമൗണ്ട് ഓഫ് എനർജി അല്ല നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അതാ നമ്മൾ സെയിം എമൗണ്ട് ഓഫ് എനർജിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്ത്? ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ചാർജസ് മേക്ക് എന്ന് പറഞ്ഞായിരുന്നേനെ. ഓക്കെ. ഈവൻ ആയിട്ട് മീൻസ് ഈക്വൽ ഇത് എമൗണ്ട് ഓഫ് ആയിട്ട് നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനല്ല ചെയ്തേക്കുന്നത്. കേക്കാവോടാ?